എന്താ നിങ്ങൾ ഇവിടെ 87 ദേശാഭിമാനി എഡിറ്റോറിയൽ താങ്കൾ ഉദ്ധരിച്ചു. അത് തികച്ചും വായിക്കാൻ റോണിക്ക് തയ്യാറുണ്ടോ? ആ എഡിറ്റോറിയലിൽ ദേശാഭിമാനിയുടെ ഏതെങ്കിലും ലേഖനമല്ല, ദേശാഭിമാനിയുടെ നിലപാട് പ്രഖ്യാപിക്കുന്ന ആ എഡിറ്റോറിയലിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ നയത്തെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ആത്യന്തികമായ നിലപാടിനെക്കുറിച്ച്, ആ സംഘടനയുടെ സ്വഭാവത്തെക്കുറിച്ച് ആ ദേശാഭിമാനിയിൽ ഒരു വാചകമുണ്ട്. അത് വായിക്കാൻ റോണി താങ്കൾ തയ്യാറാവുമോ? അതും കൂടി താങ്കളിപ്പോൾ ദേശാഭിമാനി എഡിറ്റോറിയലിനെ സൂചിപ്പിച്ചയാളാണല്ലോ, അതൊന്ന് വായിച്ചുകളാ. എന്നാൽ പിന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ എന്താണ് നിലപാടെന്നുള്ളത്. റോണി വായിക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചു തരാം. അതിലെന്താ പറയുന്നത്? അത് 2 ശ്രദ്ധേയമായ തീരുമാനങ്ങൾ. അജിംഷാദെ, അങ്ങനെയാണ് ആ ദേശാഭിമാനി തലക്കെട്ടിൻ്റെ ഹെഡിങ്. 2 ശ്രദ്ധേയമായ തീരുമാനങ്ങൾ. ഒന്നാരുടേതാ? ദീർഘമായിട്ട് ആ എഡിറ്റോറിയലിൽ ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, BCCI. അവരുടെ നിലപാട് എന്താ? നിലപാട് 1996 മെയ് മാസത്തിൽ നടക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ഏപ്രിൽ 22 ദേശാഭിമാനി മുഖപ്രസംഗമാണ്, മെയ് മാസത്തിൽ ഇലക്ഷൻ നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെമ്പാടും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ BCCI ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസിനെതിരായിട്ട് 91 മുതൽ 96 വരെ കോൺഗ്രസ് അധികാരത്തിൽ. ആ കോൺഗ്രസിൻ്റെ നയസമീപനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് BJPയോട് ചെയ്യുന്ന, RSSനോട് ചെയ്യുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BCCI ഇന്ത്യയിലെമ്പാടും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പിന്തുണക്കാൻ തീരുമാനിക്കുന്നു. ആ കൂട്ടത്തിലാണ് 2ഓ 3ഓ വരിയിൽ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരായി നിലപാട് സ്വീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെക്കുറിച്ചും പറയുന്നത്. പക്ഷെ അപ്പോഴും എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നതിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിൽ ഊന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി. റോണി, അതൊന്ന് വായിക്കൂ. താങ്കൾ സൂചിപ്പിച്ചാണല്ലോ ആ എഡിറ്റോറിയൽ. അതിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ ദേശാഭിമാനി വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാ: ലോകത്തെവിടെ എന്ത് സംഭവം ഉണ്ടായാലും, എന്ത് പ്രശ്നമുണ്ടായാലും മതത്തിൻ്റെ, അവരുടെ സമുദായത്തിൻ്റെ ഒരു ചെറിയ ചുറ്റുവട്ടത്ത് നിന്ന് മാത്രം വീക്ഷിക്കുന്ന ഒരു മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോഴാണ് ഈ വാചകം എഴുതുന്നത് കേട്ടോ. ഇന്നത്തേതുപോലെ ഞങ്ങളെ എതിർത്തപ്പെടുവാനല്ല, ഇടതുപക്ഷത്തിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് അവർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചപ്പോഴും ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടിത. അങ്ങനെ ഒരു പ്രസ്ഥാനം ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു, പിണറായി വിജയൻ അവർക്ക് നല്ലത് കൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ പറഞ്ഞല്ലോ 85 അവർ ഇനി മുതൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചു. 87 ആദ്യത്തെ വോട്ടെടുപ്പ് അവർ വോട്ട് ചെയ്യാൻ വരുന്നു കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്താ അവരെടുത്ത നിലപാട്? മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട്. ഈ നിലപാടെടുത്തിട്ട് അവർ പിന്തുണച്ചത് ആരെയാ? അതവർ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ 87 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാത്ത, അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാത്ത ഏക പാർട്ടിയുടെ പേര് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് പാർട്ടി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ 50ാം വാർഷികത്തിൻ്റെ ഭാഗമായി അവരുടെ താത്വിക പ്രസിദ്ധീകരണമായ പ്രബോധനം, ആ 50 വർഷത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രാനുഭവങ്ങൾ രേഖപ്പെടുത്തിയ ലക്കമാണ്. ആ പ്രബോധനം ആ ലക്കത്തിൽ പറയുകയാണ് തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ കുറിച്ചിട്ട്. 87 ആദ്യമായി ജമാഅത്ത് അംഗങ്ങൾ വോട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തില്ല. ആർക്ക് ചെയ്തു എന്ന് അവർ പറഞ്ഞിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല, അത് വേറെ ഇരിക്കട്ടെ. പക്ഷേ മാർക്സിസ്റ്റ് കക്ഷിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ അവർ ഫാസിസ്റ്റ് പാർട്ടി എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതാണ് അവരുടെ പാരമ്പര്യം. അവരെയാണോ ഞങ്ങൾ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ളത്?